ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ തോരനാണ്. തണ്ണിമത്തൻ തോരൻ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് കടുക്, കറിവേപ്പില ഇല്ലായിരുന്നു ഇടാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇടണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് കൂടിപ്പോയി, സാരമില്ല, കുറയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള കുണുകുണാന്ന് അരിഞ്ഞ് വെച്ച സവാളയും 3 പച്ചമുളകും കൂടി ഇട്ട് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എരി ഇടാം കേട്ടോ. എരി കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ തണ്ണിമത്തൻ ഞാൻ ചെറുതായിട്ട്, എൻ്റെ രീതിയിലുള്ള ചെറുതാട്ടോ ഇതിലും ചെറുതായിട്ട് അരിയാനൊക്കെ പറ്റും, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞത്. അതരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഒരു തേങ്ങ ജാറിലോട്ട് കുറച്ച് തേങ്ങ, ഇച്ചിരി ജീരകം കൂടെ ഇട്ട് ചുമ്മാ ഒന്ന് കറക്കിയെടുക്കുക. ജീരകം ഞാൻ ഇട്ട് കേട്ടോ. ജീരകം ഇടുമോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊക്കെ ജീരകം ഇടുമോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ആ കറക്കിയെടുത്ത തേങ്ങയൊന്ന് അതിനകത്തോട്ട് ഇട്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി അടച്ച് വെച്ചു. അപ്പോഴേക്കും നമുക്ക് തോരൻ റെഡിയായി. സിമ്പിളാണ്, പെട്ടെന്ന് വേവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു. കാണാൻ നല്ല രസമുണ്ടല്ലേ, ഒരു പൂവൊക്കെ അങ്ങ് വെച്ചെടുത്ത്.